know that I'm an example. I know 100%. In the pitch and outside. ജീവിതത്തിൽ എത്ര കണ്ടാലും മടുക്കാത്തതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകം ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന പേര് അയാളുടെ തന്നെയായിരിക്കും. 2 ദശാബ്ദങ്ങളിലേറെയായി അയാളങ്ങനെ കണ്ണുകളിലെ റെറ്റിനയിൽ തട്ടി പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓൾഡ് ട്രഫോർഡും ബെർണബുവും തുറന്നുമടങ്ങുന്ന നിലങ്ങളെല്ലാം അതിൻ്റെ നേർക്കാഴ്ചക്കാരുമാണ്. ലക്ഷ്യത്തെ മനസ്സുകൊണ്ട് അളന്നവനെയല്ല കാലം അവിടെയെല്ലാം ഇന്നോളം സാക്ഷിയായിട്ടുള്ളത്. ലക്ഷ്യത്തെ കാലുകൊണ്ട് അളന്നവനെയാണ്. പട്ടിണിയും ദാരിദ്ര്യവും നിലയ്ക്കാൻ തയ്യാറാകുന്ന ഹൃദയവും നിങ്ങളിൽ ഒരാൾക്ക് വിധിക്കപ്പെട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ആ വിധിയെ പഴിച്ച് ശിഷ്ടകാലം ജീവിക്കുവാൻ തയ്യാറാകുമായിരിക്കും. പക്ഷേ അയാളുടെ കഥ അങ്ങനെയായിരുന്നേയില്ല. എതിരെ തിരിഞ്ഞ വിധിയെയും തളർത്താൻ ശ്രമിച്ച ദാരിദ്ര്യത്തെയും തുടിപ്പ് വർദ്ധിച്ച ഹൃദയത്തെയും ചെറുക്കാൻ ശ്രമിച്ച പോരാട്ടമായിരുന്നു അത്. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി ആ വിധിയെപ്പോലും വെല്ലുവിളിച്ച കഥയായിരുന്നു അത്. അങ്ങനെ ഒരാൾ തുനിഞ്ഞിറങ്ങുമ്പോഴാണ് ആ ലോകത്ത് തന്നെക്കാൾ വലിയവനായോ ശക്തനായോ കഴിവുള്ളവനായോ മറ്റാരുമില്ല എന്ന തീരുമാനം സ്വയം സൃഷ്ടിക്കപ്പെടുന്നത്. പരിഹാസനങ്ങളെയും വിമർശനങ്ങൾക്കും മുന്നിൽ ഏറ്റവും വലിയ ആയുധമായി അയാൾക്ക് സ്വയം തന്നെ മെരുക്കിയെടുക്കേണ്ടി വരുന്നത്. അവിടെയാണ് താനാണ് ബെസ്റ്റ് എന്ന കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി ഏറുന്നത്. അതിലെന്താണ് തെറ്റ്? കാൽപന്ത് കൊണ്ട് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ ഈ ഫുട്ബോൾ ലോകത്ത് മാത്രമായി ഒതുങ്ങിയിരുന്നില്ല. ലോകത്തിൻ്റെ നാനാ കോണുകളിലും അവൻ്റെ വളർച്ച പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. താഴെത്തട്ടിൽ കിടക്കുന്നവനും പരാജയപ്പെടുമെന്ന് ഭയമുള്ളവനും ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവനെയും അതങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. ലേബർ റൂമിൽ ജനിക്കുന്ന കുട്ടികളിൽ വരെ ആ പേര് സ്വാധീനിച്ചു. അത് കേട്ടവർ വളർന്നു. സ്കൂളിലെ ബെഞ്ചുകളിൽ പോലും ആ പേര് അവർ കുത്തിവെച്ചു. നല്ലൊരു മകനായി മാറുവാൻ ശ്രമിച്ചു. അയാളുടെ കഥ അവരെ പഠിപ്പിച്ചു. വീഴ്ചകളിൽ നിന്നും ഉയർത്തി നിൽക്കുവാൻ പ്രാപ്തരാക്കി. പരാജയങ്ങളെ തിരിച്ച് വേട്ടയാടുവാൻ ഊർജ്ജം പകർന്നു. അയാളുടെ ശീലങ്ങൾ പലരെയും നേർവഴി കാണിച്ചു. അതെ, അയാൾ ഒരിക്കലും ഒരു സ്പോർട്സ് മെറ്റീരിയൽ മാത്രമായിരുന്നില്ല. ഓരോ അമ്മമാർക്കും അച്ഛന്മാർക്കും സഹോദരിമാർക്കും വൃദ്ധജനങ്ങൾക്കും ഇടയിലേക്ക് ആ പേരങ്ങനെ ആഴത്തിൽ ആഴ്ന്നിറങ്ങി. ഫുട്ബോൾ ലോകത്ത് ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യത്തിൻ്റെ തലവര മാറ്റിയെടുത്ത, അല്ലെങ്കിൽ അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്ന് മാത്രമായിരുന്നില്ല റോണോ. തൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ തന്നെ അയാൾ മാതൃകയായി മാറുകയായിരുന്നു. എത്ര താഴ്ചയിൽ നിന്നും സ്വപ്നത്തെ തൊടാൻ സാധിക്കുമെന്ന് അയാൾ പഠിപ്പിക്കുന്നുണ്ട്. മദീനയിലെ ദരിദ്ര ബാലിൽ നിന്നും ഈ ലോകത്തിന് നിറകിലേക്കെത്തി ഏറ്റവും വലിയ തെളിവായി അയാൾ തന്നെ തുറന്നു വെക്കുന്നു. അത് അയാളൊരു തെളിവാണ്, സന്ദേശമാണ്. ചിലർക്ക് അധ്യാപകനായി, മകനായി, ഭർത്താവായി, അച്ഛനായി, ഒടുവിൽ ഒരു കാൽപന്ത് കളിക്കാരനുമാകുന്നു. ഈ വർത്തമാനകാലത്തും ഫുട്ബോൾ ലോകത്തും ഏറ്റവും മികച്ച ദ്വയത്തിലെത്തുവാൻ അയാൾക്ക് ഏതെങ്കിലും ഒരു കിരീടത്തിന് പിൻബലം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം അയാൾ തുടർന്ന കഠിനാധ്വാനത്തെയും ആത്മവിശ്വാസത്തെയും പരിഹസിക്കലാകുമത്. വിമർശനങ്ങൾക്കും വാർത്തുപാട്ടുകൾക്കും നേട്ടങ്ങൾക്കും അനശ്വര സ്തുതിഗീതങ്ങൾക്കും ഉപരി അയാൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വലിയ പ്രതിഭയാണ്. നമ്മൾ ആർക്കും താഴെയല്ല എന്ന മെൻറ്റാലിറ്റി അയാൾ ഈ ലോകത്തോട് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിലേ ഇങ്ങനെയുള്ള ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് അയാൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോളിലെ ദൈവവും ഗോട്ടും രാജാവുമെല്ലാം ഒരേ ഒരാൾ മാത്രമായി മാറുന്നത്. യെസ്, ദ മാൻ, ക്രിസ്ത്യാനോ റൊണാൾഡോ dos Santos Aveiro. നാൽപ്പതിൻ്റെ പിടിയിലേക്ക് അയാൾ സ്വയം വന്നിറങ്ങുന്നുണ്ട്. എല്ലാം ഒരോർമ്മ പോലെ കൺമുന്നിൽ മിന്നിമറയുന്നുണ്ട്. ഇനി എത്ര നാളുകൾ കൂടെ ഈ മനുഷ്യൻ്റെ കളിയഴകിനെ ആസ്വദിക്കാൻ സാധിക്കുമെന്നറിയാതെ മറ്റൊരു വർഷത്തിലൂടെ അയാൾക്കൊപ്പം ഇനിയും സഞ്ചരിക്കാൻ തയ്യാറെടുക്കേണ്ടതുണ്ട്. അസൂയ കൊണ്ട് അന്ധത ബാധിച്ചവരും തകർക്കാൻ ശ്രമിച്ചവരും പയറ്റിയ കള്ളച്ചുവടുകളിൽ പലവട്ടം മടിപതറിയപ്പോഴും കാലം സാക്ഷിയായതോ റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ ഉദയാസ്തമങ്ങൾ തന്നെയാണ്. എതിരെ നിൽക്കുന്നവൻ്റെ ആത്മാവിനെയും വിശ്വാസത്തെയും ശിഥിലമാക്കിയവരെയാണ്. കലികാലത്തെ പോലും അതിജീവിച്ച കൽക്കി അവതാരത്തെയാണ്. ഇന്ന് പലരും വയസ്സിൽ നിന്ന് പരിഹസിക്കുന്നുണ്ട്. പല്ലുകൊഴിഞ്ഞ നരാജകൾ ബാധിച്ച സിംഹമെന്ന് വിമർശിക്കുന്നുണ്ട്. എന്നിട്ടും ഈ 40-ലും അയാൾ യുദ്ധത്തിനൊരുങ്ങുന്നത് ഈ തലമുറയിലെ യുവത്വങ്ങളോടാണ്. കാലവും കോലവും കെട്ട റൊണോയെ മാത്രമേ ഇന്നിൻ്റെ പൈതങ്ങൾക്ക് പരിചയമുള്ളൂ. എന്നാൽ
ഭൂതകാലം ചികഞ്ഞങ്ങ് ചെന്നാൽ ഈ ഭൂലോകം വിറപ്പിച്ച ചെകുത്താൻ നിങ്ങൾക്ക് ദർശിക്കാം. പലരുടെയും ഉറക്കം കളഞ്ഞ എൽബിച്ചോയെ നിങ്ങൾക്ക് കാണാം. ഒരു 40-കാരൻ്റെ ശാരീരിക പരിമിതികളോട് സന്ധി ചെയ്യാൻ അയാളുടെ മനസ്സനുവദിക്കാത്തോടത്തോളം കാലം ഈ ഗെയിമിനോട് അയാൾക്കുള്ള ഭ്രാന്തമായ അഭിനിവേശത്തെ അടക്കാൻ തുടർ തോൽവികൾക്കോ തീവ്ര നൊമ്പരങ്ങൾക്കോ കഴിയാത്തോടത്തോളം കാലം കുത്തുവാക്കുകളുടെ തീരാമഴയെയും ആക്ഷേപങ്ങളുടെ കുന്തമുനകളെയും റൊണോ പകർന്ന അതേ മനോഭാവത്തോടുകൂടി നേരിട്ട് ഞാൻ ആ മനുഷ്യനെ പ്രണയിച്ചു കൊണ്ടേയിരിക്കും. പലർക്കും അയാൾ രണ്ടാമനാകുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തെ വിജയിച്ചവൻ ആ ലോകത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും ഒന്നാമനാണ്. 2026 കിരീടത്തിൻ്റെ പിൻബലം പോലും അയാൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതുവരെ കണ്ടതെല്ലാം കൗതുകമാണെങ്കിൽ ഇനി കാണാനിരിക്കുന്നത് സംഹാരം തന്നെയാണ്. അത് ദ ഫൈനൽ വേർഷൻ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ ടു സാന്റോസ് അവേറോ. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. Comes to life when the competition comes to life. Beautiful, beautiful. Just no stopping him. A walking work of art. He comes to life when his team needs him. It's him again. It's always him. When it